മൈ ഗൈസ് എല്ലാവരും റൈഡ് പോണ വീഡിയോ എടുക്കുക അപ്പോൾ നമ്മൾ അതൊന്ന് എടുക്കണം ഗൈസ്. ഇന്ന് നമ്മൾ റൈഡ് എടുക്കാൻ പോണത് മാണിയാറും കുറേ കാലമായി മലയൊക്കെ പോയി ചായ കുടിച്ചിട്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ അടുത്തൊന്ന് കുടിച്ചിട്ടുള്ളൂ, പിന്നെ നമുക്കൊരു പൂതി വരിക കുടിച്ചാൽ. ഒരൊറ്റ പോയാൽ നമുക്ക് കുടിച്ചാൽ പിന്നെയും പൂതി വരും ഗൈസ്. എല്ലാവർക്കും അങ്ങനെ ടേസ്റ്റ് കിട്ടിയാൽ മതി. പിന്നെ കാലാകാലമാകുമ്പോൾ എത്ര നമ്മൾ കൂടും അതിൻ്റെ ടേസ്റ്റ് കൊണ്ടേ. അടുത്ത വ്യൂ ഒന്ന് കണ്ടില്ല, അതൊക്കെ നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ പോലെ അവിടെ എത്തുമ്പോൾ എല്ലാവർക്കും ഞാൻ കാണിച്ചു ഗൈസ്. അതുവരെ ഇവിടുത്തെ വ്യൂ ഇങ്ങനെ കണ്ടോളി. ഇവിടുത്തെ ഒരു കാഴ്ചകളൊക്കെ ഫുള്ള് ഡബ്ബർ ആ സൈഡിലും ഈ സൈഡിലൊക്കെ. അപ്പോൾ ഞങ്ങൾ കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റോഡ് കണ്ടിട്ടോ. അപ്പോൾ കാരണം കൂടെ പോകേണ്ടി വെച്ചു. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചു കൂടെ അപ്പോൾ പോവാണ്, ഇതിക്കൂടെ പോവരുത്. അപ്പോൾ ഞാൻ കാരനോട് പറഞ്ഞു നമുക്ക് അപ്പുറത്ത് കൂടെ പോകാറുണ്ട്. അപ്പോൾ കാരനോട് ഇതിൽ കൂടെ തന്നെ വിട്ടു ഗൈസ്. ഞാൻ പറഞ്ഞ ഇതിൽ കൂടെ തന്നെ വിട്ടു. അപ്പോൾ പിന്നെ വേറെ കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാത്തതൊക്കെ ചെയ്തോട്ട്, സബ്സ്ക്രൈബ് ലൈക്ക് ഷെയറൊക്കെ ചെയ്തോട്ട് ഗൈസ്. ഇതായിട്ട് നല്ല നല്ല വീഡിയോസ് ഇനിയും വരും. അപ്പോൾ അതൊക്കെ പറയുമ്പോൾ നമുക്ക് സുഖം ഉണ്ടാവുള്ളൂ, അത് പറഞ്ഞാൽ നമുക്കൊക്കെ സുഖം കിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ അതൊക്കെ പറഞ്ഞു. ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി വേറെ കാര്യം, അപ്പോൾ ഇവിടുത്തെ മലയൊക്കെ നോക്കി, ഇവിടെ മല കാണാത്ത കുറേ ആൾക്കാരും ഉണ്ടാവും മൈ ഗൈസ്. എന്തൊക്കെയല്ലേ എന്ത് കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. പല വിധ പോത്തുന്നുണ്ട് ഗൈസ്. ഏതാ പോത്ത്, പല പോത്താളും കിട്ടുമ്പോഴേ പല വേത്ത പോത്തുണ്ട് ഗൈസ്. ഇതിൻ്റെ സൗണ്ട് എങ്ങനെയുണ്ട്, നേക്കായില്ലേ? അപ്പോൾ ആ സൗണ്ട് ഞാൻ ആക്കിയല്ലോ കേട്ടോ. ആ സൗണ്ട് പറഞ്ഞ സൗണ്ട് കൂറ്റടിച്ച് പോയി ഗൈസ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ മലയൊക്കെ നോക്കി, എൻ്റെ മച്ച അടിപൊളിയിട്ട് നല്ല. ഇവിടെയൊക്കെ രാത്രി വന്ന് സെറ്റ് കാഴ്ചകൾ കാണട്ടെ നിങ്ങൾക്ക്. കാഴ്ചയൊക്കെ നോക്കി ഗൈസ്, ഏതല്ലേ മല, അടിപൊളി മലയാള്. എങ്ങനെയുണ്ട് ഈ ചോര കാണാത്തതൊക്കെ കണ്ടുപോയിട്ടോ. വയനാട്ടിൽ ചോര കണ്ടിട്ടില്ല എന്നാണ് നോളിച്ചുണ്ട്. അതൊക്കെ വയനാട്ടിൽ അതേ ലുക്കിൽ ചോരയാണ്. നമ്മൾ രണ്ടാം ചോരയാണ് കയറുന്നത്. സോറി കയറില്ല കേട്ടോ, ഇറങ്ങുക. പഴയ പ്ലാട്ടിൻ്റെ എത്തുമ്പോൾ പറ്റിക്കണ്ടിട്ട് ഗൈസ്. ഇവിടുത്തെ ഈ കുണ്ടല കേട്ടോ. ആ മലയൊക്കെ നോക്കി, ഏതല്ലേ അടിപൊളി മല. ഞാൻ ഈ പോകുന്നതൊക്കെ ഫുള്ള് പച്ചപ്പുല്ല് കേട്ടോ. ഈ സ്ഥലം എവിടെ നിങ്ങൾക്ക് അറിയോ? ഞാൻ പറഞ്ഞേട്ടെ. ഇത് ഞങ്ങളുടെ പാരൻ്റെ അയക്കൂടെ കുറച്ചിങ്ങനെ പോയിട്ടുള്ള സ്ഥലം കേട്ടോ. അപ്പോൾ സ്ഥലം നമുക്ക് ആ സൈഡ് ഫുള്ള് പുൽക്കാട്, കാടോണ്ട് കാടട്ടോ. ഈ ചെറിയ അടവജാണ്. ഇവിടെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ഏതല്ലേ ആ വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. ആ സൈഡിലൊക്കെ പുല്ല് നിറഞ്ഞ്. ഇവിടുന്ന് നുറുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫുള്ള് കാടാ. അതേപോലെ അടിയൊക്കെ നോക്കിയാൽ പിന്നെ കുറച്ച് പോയ പെരയൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ നോക്കി സൈഡിൽ വേറെ വൈബട്ടങ്ങ്. നമ്മൾ മാണിയാകുമ്പോൾ എത്തോളം ഇവിടെ ഇങ്ങനെ ആസ്വദിച്ച് നിന്നോളി ഗൈസ്. ഇങ്ങനെ നിന്നോളി. എൻ്റെ തൊള്ള കുറച്ച് നേരം ഞാൻ അടക്കിയേക്കട്ടെ ഗൈസ്. കുറച്ച് നേരത്തിന് കേട്ടോ തൊള്ള കൂറ്റേരം അടിച്ചു പോയി ഗൈസ്. തൊള്ള വെറുതെ അടക്കിയേക്കാൻ നിൽക്കുക ഗൈസ്. വലിയ പള്ളിയാട്ടോ ഇവിടെ. ഇവിടെയൊക്കെ പെര കയറ്റി നല്ല വൈബ് സ്ഥലം കേട്ടോ. നോക്കി ബ്ലോക്ക് എത്ര പറ്റി ചങ്ങായി സൈഡാക്കി കൊടുത്താ. അയ്യോ ആ മതിലൊക്കെ വമ്പം മതിൽ. കഴിഞ്ഞ കാര്യങ്ങൾ പറയുകയാണേ, ഈ മതിൽ കയറ്റുന്ന പൈസക്ക് ഒരു ബിൽഡിങ് ഉണ്ടാക്കാണ്. അങ്ങനെ പറ്റുമോ? പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് ഗൈസ്. എങ്ങനെ ഉണ്ടല്ലേ ഈ മതിൽ? ഇത് തോന്നത്തറിയോ ഇടിഞ്ഞാണ് ഈ മതിലൊന്ന് ആഴ്ച ഉണ്ടാക്കാൻ തോന്നുന്നു. അതേമാതിരിക്ക് ഉണ്ട് കണ്ടിട്ട് ഗൈസ്. ഏതല്ലേ ഇവിടുത്തെ വൈബ്. മലയിൽ നിന്ന് വെള്ളം ചാടുന്ന എന്തൊരു സൗണ്ട് അടിക്ക്. നമുക്ക് നോക്കണ്ടോ, അവിടെ ചെറിയ ചാടുന്ന സൗണ്ട്, അടിയിൽ വലിയ ചാട്ടം കിട്ടും. അങ്ങോട്ട് നോക്കാൻ വയ്യ, കാടായതുകൊണ്ട് ശരിക്കും കാണൂല. അങ്ങനെ മാണിയാപ്പാറ എത്താനായിട്ടോ ഈ കയറ്റ് കുറച്ചിട്ട് 1 കിലോമീറ്റർ ഇവിടെ ഞാൻ പോയിട്ടുണ്ട്. ഇവിടുത്തെ കാടൊക്കെ ഞാൻ പറഞ്ഞില്ല മാണിയാർക്ക് പോണത്തേക്ക് അടിപൊളി സ്ഥലമുണ്ട്. ആ റോഡ് അത് അങ്ങോട്ട് പോണ റോഡാണ്. ഏതാ വൈബില്ലേ. ഞാൻ രണ്ടാമത്തെ എത്തി കൂടെ പോകുന്നുണ്ട് ഗൈസ്. വൈബ് തന്നെ. നമ്മൾ ഏകദേശം അടിക്ക് നോക്കി മല കേട്ടോ. വെറുതെ ഇങ്ങോട്ട് ഒന്ന് ചൈക്കന്മാരൊന്ന് രാത്രി ഇങ്ങോട്ട് വരുന്നതാണ്. എപ്പോഴും നോക്കിയാൽ എൻ്റെ പാരൻ്റായിക്കൂടെ പൊട്ടിച്ചിട്ട് ബുള്ളറ്റ് വല്ലേതും പോവും. ഒന്ന് നോക്കുമ്പോൾ ഇവിടെ ഫുള്ള് എല്ലാവരും ഉണ്ടാവുക. നമുക്കിപ്പോൾ പോയേക്കും ഇപ്പോൾ ആരെയും ഉണ്ട് നോക്കുക ഗൈസ്. അങ്ങനെ നമ്മൾ ഏകദേശം എത്താനായിട്ടോ. ഇവിടുത്തെ കാഴ്ച നോക്ക്, സൈഡിൽ ഫുള്ള് ഡബ്ബർ. നമ്മൾ അവിടെ നിന്ന് പോകുന്ന അതേ ലുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട് ഗൈസ്. ഇവിടെ നല്ല കാറ്റിന് കേട്ടോ. അപ്പോൾ രാത്രിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല കോടയക്കാരം. അത് ഗൈസ് നമ്മൾ കൊളായി എത്തി. അതാ കട ഗൈസ്. ആ കടയാണ് നമ്മൾ ചായക്കട. അവിടെ എത്തിച്ച് ഒരു ചായയും കൊക്കവാടിയും കാടമുട്ടൊക്കെ ഞാൻ അതൊക്കെ എത്തിയാണ് കേട്ടോ പോണ്. കാരണം വെച്ചാൽ മേടിച്ചിട്ട് ഉറപ്പ് തോന്നിന് ചോദിച്ചോ നമുക്ക് മേടിച്ചിട്ട് അത് നമുക്ക് അത് തന്നെ കിട്ടി. ഗൈസ് എത്തിയിട്ട് കട എത്തി. ഇവിടുത്തെ നോക്ക്
ഇവിടെ കൊക്കവാടിയും കാടമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ 2 കൊക്കവാടിയും ഒരു കാടമുട്ടയും ബുക്ക് ചെയ്ത് ഗൈസ്. എങ്ങനെയുണ്ട്? ഇനി നമുക്ക് അടുത്ത സ്ഥലമൊക്കെ ഞങ്ങൾക്ക് കാണിച്ചിട്ട് നേക്ക് സ്ഥലം കേട്ടോ. ഇവിടുത്തെ ഇത് നോക്കി ചായ കുടിച്ച വെറുതെ ഇങ്ങോട്ട് ആൾക്കാർ കയറിയാണ്. മാണിയപറമ്പ് പറഞ്ഞാൽ വേറെ സ്ഥലം കേട്ടോ. ഇവിടെ ചായ കുടിച്ചാൽ അത്രയും മതിയാവും. ഞാൻ പോയിട്ട് കുടിച്ചത് അടിപൊളി സ്ഥലം. ഏത് വണ്ടി കരുതുന്നത് കേട്ടോ? ഇത് ഞാൻ തന്നെയാണ് കേട്ടോ. ഏതാ വരവില്ലേ? മമ്മൂട്ടി തന്നെ എൻ്റെ അല്ലേ? ഇപ്പനെട്ടൻ്റെ ചെറിയ കാരണമാണ് ഓനെ ചായ കൊണ്ട് ഇത്ത കാട്ടിനെ ചൂടാല്ല, ചൂടായിട്ട് തോന്നുന്നത്. അങ്ങനെ ചായക്ക് ഓടുന്നിട്ടോ. അങ്ങനെ ഒരു കൊക്കവാട എത്തിയിട്ട് ഗൈസ്. എന്തായാലും അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് തിന്നാ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ. ഇനി സാധനം ഇനി എത്താണ്ട്. എൻ്റെ മോനെ ഒക്കെ തിന്ന് കഴിഞ്ഞാലാണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അല്ല ഇവൽക്കൊരു ആക്രാന്ത് കേട്ടോ. ഒരാറ്റ ആക്രാന്ത് എനിക്ക് നല്ല രസമുണ്ട്. എന്തല്ലേ ചെയ്യന്? ഒക്കെ തിന്നിട്ട് മൂത്ത് നോക്ക്. ഇനി മണലോ ഒൽക്ക് തേങ്ങ മഴക്കും. അതിൻ്റെ വയസ്സല്ലല്ലോ, കാരനോട് വയസ്സേ. ആ നടുവത്തെ എൻ്റെ വലിയ കാരനോട് തിന്നിട്ടുണ്ടീലൊക്കെ ഞാനും ഗൈസ്. അപ്പോൾ ബാക്കി വീഡിയോ നാളെ. ബായ്.